ശക്തമായിട്ട് പറയുന്നു, ഇനി നമ്മുടെ കേരളത്തിലെ ഒരു ക്രൈം ബ്രാഞ്ചോ വേറെ ഏത് ഏജൻസിയും അല്ലെങ്കിൽ ഒരു പുതിയൊരു അന്വേഷണ സംഘം തന്നെ ഇനി ദിലീപിൻ്റെ കേസ് അന്വേഷിച്ചാൽ എല്ലാവരും വിശ്വസിക്കില്ല. ദിലീപിൻ്റെ കേസ് ഇനി CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ച് സത്യം എന്താണെന്നുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ അതിജീവിതയ്ക്കും മനസ്സിലാവണം. അതിന് ദിലീപ് സ്വതന്ത്രനാവണമെങ്കിൽ ഇനി നമ്മുടെ CBI വരിക തന്നെ വേണം. CBI വന്നാലാണ് ജനങ്ങൾക്ക് ഇനി വിശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ദിലീപിന് ഇതുപോലെ ക്രൂശിച്ചു കൊണ്ടിരിക്കും, കുരിശിൽ തറച്ചു കൊണ്ടിരിക്കും. നമുക്കെന്തായാലും ഈ കേസ് അന്വേഷിച്ച ഒരു വനിതയുണ്ട്, ശ്രീലേഖ IPS. ആ ശ്രീലേഖ IPSൻ്റെ കുറച്ച് കണ്ടെത്തലുകൾ ദിലീപിൻ്റെ കൂടെ ആയിരുന്നു, ദിലീപിൻ്റെ കാശ് മേടിച്ച് ദിലീപിൻ്റെ വേണ്ടി പണിയെടുത്തു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും നമുക്കതിൻ്റെ വിശദമായിട്ടുള്ളൊരു ഞാൻ ദിലീപിൻ്റെ പക്ഷം പിടിച്ച ഒരു ബിക്കോസ് ഹി വാസ് എ VIP, ഒരു സിനിമാ താരമായതുകൊണ്ടാണ് ഞാൻ പോയി ദിലീപിനെ ഇങ്ങനെ കരിക്ക് കൊടുത്തത്, മെത്ത കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദങ്ങൾ വന്നു. സ്പെഷ്യൽ ഫുഡ് കൊടുത്തു എന്നുള്ള അപവാദം വന്നു. അതിനുശേഷം ദിലീപും ഞാനും തമ്മിൽ പഴയ ബന്ധമുണ്ട് എന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചു. ഒരു വാട്സാപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്നു, പോലീസ് ലീക്ക് ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ ദിലീപിന്റെ പക്ഷമാണ് ഞാൻ എന്ന് എനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ ഒരു ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോ ഞാനത് പറയണോ വേണ്ടോ, കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയാം. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്തു കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അതിൽ നിന്ന് അപവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. ഈ ചെയ്തവരെല്ലാരും അത് പരമാവധി നീട്ടി കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് തീരാൻ പോണില്ല എന്നുള്ള ഇപ്പം ഇത്രയും വർഷമായി, 7 വർഷമായി, കുറെ നാളും 4 വർഷം മുമ്പ് ഇപ്പൊ തീരും, നാളെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയമായി ഇങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ വീഡിയോ ചെയ്തത് ഒരു ഉദ്ദേശം കൊണ്ടുമല്ല, എനിക്ക് ഒരാളെ ഇങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ അവതരിച്ചു. അയാൾ വന്ന് വേറെ കുറെ കഥകൾ പറഞ്ഞു, കുറെ കേസും കൂടെ ആയി, പിന്നെ വേറെ ഒരു കേസായി, പിന്നെ അങ്ങനെ നീണ്ടു പോകുന്നതിനൊരു അന്ത്യം വേണ്ടേ എന്നൊരു ചിന്ത വന്നത് കൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ വിഷ്ണുവിന് ഓർമ്മയുണ്ടോ, അതിനുശേഷം പറഞ്ഞു ശ്രീലേഖയെ ചോദ്യം ചെയ്യും, ശ്രീലേഖയെ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖ കേസിൽ പ്രതിയാവും, കോടതി ശ്രീലേഖ വിളിക്കുമ്പോൾ മറുപടി പറയുന്നത്